ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി മീൻകറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മൾ ജസ്റ്റ് അതെല്ലാം ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മീൻകറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കിഡിലൻ അച്ചാറി മീൻകറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പുളിവെള്ളം, അതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് സീസണിങ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ചട്ടി എടുത്ത് വെക്കാം. എന്നിട്ടത് ചൂടായി വരുന്ന സമയത്ത് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നല്ല പൊട്ടി വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഉണക്കമുളക് 2ആയി സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും. കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചതച്ചതോ അരിഞ്ഞതോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ 1 മുതൽ 3/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാദാ മുളക് പൊടി എരിവിന് വേണ്ടിയിട്ട്, പിന്നെ കളറിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അതായത് നമ്മൾ പുളി കുതിർത്താൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. എന്നിട്ട് അത് പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. കൂടാതെ ഒരു 1/2 മുതൽ 1 കപ്പ് വരെ വെള്ളം നിങ്ങൾ എടുത്തിട്ടുള്ള മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ ചേർത്ത് കൊടുക്കും. മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദശക്കട്ടിയുള്ള മീനാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ എനിക്ക് ചെറുമത്തിയാണ് കിട്ടിയത്. ഇതിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ ഒന്ന് പരത്തി കൊടുക്കണം. എല്ലായിടത്തും തവിയിട്ട് അധികം ഇളക്കരുത്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. മീൻ വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യണം. ഉടഞ്ഞു പോരുത് മീൻ. ഇനി താനെ ഇരുന്ന് കുറുകി വരും. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഒന്ന് വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് മൂടി വെച്ചൊരു 10-20 മിനിറ്റ് അങ്ങനെ വെക്കാം. അതിന് ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതി. ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത്. തീ ഓഫ് ചെയ്തിട്ടും. ഇപ്പോൾ അത് ചൂടെല്ലാം ആറി നമ്മുടെ മീൻ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല അച്ചാർ സ്റ്റൈലായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കപ്പിൻ്റെ കൂടെ എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്, നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Until then, bye bye.